നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. CPM കേരളത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നേതാക്കന്മാർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 140 നിയോജക മണ്ഡലം സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോലും പിണറായി വിജയനോ അല്ലെങ്കിൽ M.A. ഗോവിന്ദനോ അല്ലാതെ ഒരാളെ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം M.A. ബേബിയെ പോലെയുള്ള ഒരാൾക്ക് പോലും പൊതുജനങ്ങളുടെ ഇടയിൽ ആക്സസ് കിട്ടാത്ത രീതിയിൽ CPM കേരളത്തിൽ വ്യക്തിപൂജയുടെ ഭാഗത്തിലേക്ക് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ കണ്ണൂർ ലോബികൾ ഇന്ന 2 പേരായാൽ മതി എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായി കളക്റ്റീവ് നേതൃത്വങ്ങളില്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് BJP പോയതുപോലെ അല്ലെങ്കിൽ CPM പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 പാർട്ടിയിലും കളക്റ്റീവായ നേതൃത്വങ്ങളില്ല. ഇവിടെ രണ്ടിടത്തും പ്രതിസന്ധി കോർപ്പറേറ്റുകളാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ 40% കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടെങ്കിൽ 60% ഇത്തരക്കാരാണ്. നമുക്കറിയാം, ആ കോർപ്പറേറ്റുകളുടെ വലിയ ഒരു ഇടപെടൽ അത് CPM കണ്ടു തുടങ്ങുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും അത്തരത്തിലുള്ള ഇടപെടലുകൾ കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 100% അത് ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് തിരിഞ്ഞ് അത് കോർപ്പറേറ്റ് ഭരണത്തിൻ്റെ കൈകളിലായിപ്പോയി എന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ മുതലെടുപ്പുകാരായിട്ടാണ് സാബു M. ജേക്കബിനെ പോലെ ഉള്ളവർ കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ അത്തരക്കാരൊക്കെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പവർ നേടാമെന്നുള്ള അടിസ്ഥാനം, രാഷ്ട്രീയ പ്രവർത്തനത്തിനെ പണം കൊണ്ട് നേടാമെന്ന് വിചാരിക്കുന്ന തരത്തിലേക്കുള്ള കോർപ്പറേറ്റ് രാഷ്ട്രീയ പ്രവർത്തനം ഇടതുപക്ഷത്തിലും CPM ശക്തമായി കടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില നേതാക്കന്മാർ എന്താണ് സംഭവിക്കുന്നത്, 1-2 നേതാക്കന്മാരല്ലാതെ വേറെ ആൾക്കാർക്ക്, ഒരു മന്ത്രിക്ക് പോലും, നേതാക്കന്മാരെന്ന് ഉദ്ദേശിച്ച മന്ത്രിസഭ, കഴിഞ്ഞ മന്ത്രിസഭയിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ CPM കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തങ്ങളുടെ മണ്ഡലത്തിൽ ഭാര്യയെ മത്സരിപ്പിക്കുന്നത് പോലും നാളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ്. ഭാര്യയെ മാറ്റി നിർത്തി അവിടെ മത്സരിക്കാമല്ലോ എന്നുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ്. പക്ഷേ അത് നടക്കില്ല. കാരണം കേരളത്തിൽ ശക്തമായ രീതിയിൽ UDF അധികാരത്തിൽ വരുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. ഒരു കളക്റ്റീവ് നേതൃത്വം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ രമേശ് ചെന്നിത്തല ആയാലും, KC വേണുഗോപാൽ, VD സതീശൻ, VM സുധീരൻ, K സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങി, ശശി തരൂർ, ഷാഫി പറമ്പിൽ തുടങ്ങി വളരെ വലിയ നേതൃത്വങ്ങൾ, വലിയ തരത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കാവുന്ന തരത്തിലുള്ള പല നേതൃത്വങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ, അതാണ് ഞാൻ പറഞ്ഞ കളക്റ്റീവ് നേതൃത്വങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നേതൃത്വ ബാഹുല്യമാണ്. എന്നാൽ CPM എന്ന് പറയുന്നത് ചുരുങ്ങി 1-2 പേരുകളിലേക്ക് മാറിയും ഗോവിന്ദൻ മാഷിലേക്കും പിണറായി വിജയനിലേക്കും ഒക്കെ മാറുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് പത്തനാപുരത്ത് നിയോജക മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് മേഴ്സിക്കുട്ടി അമ്മയെ പോലെ ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരുന്നു. അവരെ ചെറുതായി കാണുമല്ല, പക്ഷേ നേതൃത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ പോലും, അതായത് 2 നേതാക്കന്മാർ മാത്രമാണ്, ഒന്ന് പാർട്ടി സെക്രട്ടറിയും ഒന്ന് മുഖ്യമന്ത്രിയും. അങ്ങനെ രാഷ്ട്രീയത്തെ മാറ്റിവെക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ CPM അഭിമുഖീകരിച്ച വലിയ പ്രതിസന്ധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ബൃന്ദ കാരാട്ടായാലും പ്രകാശ് കാരാട്ടായാലും യെച്ചൂരി ആയാലും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒറ്റനവധി നേതാക്കന്മാർ, അവരുടെ ദേശീയ നേതാക്കന്മാർ ജീവിച്ചിരുന്ന ഘട്ടത്തിലും ഇന്ന് ജീവിക്കുന്നവരുമായിട്ടുള്ളവരൊക്കെ വരുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് M.A. ബേബി എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറിയെ കൊണ്ട് പോലും പല ഉദ്ഘാടനങ്ങൾ നടത്തുവാൻ കഴിയാത്ത പോകുന്ന തരത്തിലേക്ക് വ്യക്തിപൂജകൾ കേരളത്തിലെ CPM പിടിച്ചൊതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പിണറായിയും കണ്ണൂരിലെ ചില ആൾക്കാർ കൂടി പാർട്ടിയെ ചുരുക്കി കയ്യിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയുടെ പേര് ചോദിച്ചാൽ ഒരാളുടെ പേര്. അങ്ങനെയുള്ള തരത്തിലേക്ക് ഇത് മാറിപ്പോയത്, ഒരു കളക്റ്റീവ് നേതൃത്വത്തിലേക്ക് വരാൻ കഴിയാതെ പോകുന്നത് കാരണം രാഷ്ട്രീയത്തിൽ നേതൃത്വങ്ങളുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമില്ലാതെ ഒരു സ്വേച്ഛാധിപത്യ മനോഭാവത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചിലർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലല്ല എന്ന് ഞാൻ മുൻ പറഞ്ഞ പേരുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ നേതാക്കന്മാർ ഓരോ പ്രസ്താവനകൾ നടത്തിയാൽ അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ചാനലുകളിലായിക്കോട്ടെ, ന്യൂസ് പേപ്പറുകളിലാകട്ടെ,
ഇതെല്ലാം വാർത്തകളായി മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയൊക്കെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള വലിയ പ്രസ്താവനകൾ നടത്തുമ്പോൾ നമ്മളൊന്ന് പത്രം തിരിഞ്ഞു നോക്കിയാൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകളും രാഷ്ട്രീയപരമായി, അതായത് CPM-ൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് വ്യക്തികളിലേക്കും അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് CPM-ൻ്റെ ദേശീയ നേതൃത്വവും അവിടുത്തെ സംസ്ഥാന നേതൃത്വങ്ങളും ഒക്കെ ആയിട്ടുള്ള അവർ അവിടെ CPM ഇനി തിരിച്ചു വരണ്ട എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ ജയിക്കണമെന്ന് പോലും ചിലപ്പോൾ MA ബേബി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം അത്തരത്തിൽ മോശമായ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലൂടെ കേരളത്തെ പോകുന്നു. കേരളത്തിൽ BJP-യും CPM-ഉം ഒരേ പാതയിലൂടെ പോകുന്നു. അവർ കോർപ്പറേറ്റുകൾ പണം കൊടുത്ത് വോട്ടുകൾ വാങ്ങാമെന്നും പണത്തിൻ്റെ ബാഹുല്യത്തിൽ, ഇവിടെ കൊട്ടാരക്കര തന്നെയായാലും ഐഷ പോറ്റിയും ബാലഗോപാൽ സഖാവും തമ്മിൽ മത്സരിക്കുമ്പോൾ ഐഷ പോറ്റി എന്ന് പറയുന്നത് അവരുടെ സമ്പത്തെന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരുടെ കയ്യിൽ പൈസ ഇല്ല. കോൺഗ്രസ്സുകാരും അവരെ സ്നേഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാരും കുറേ പഴയകാല കമ്മ്യൂണിസ്റ്റ് സഖാക്കളുമൊക്കെയാണ് ഐഷ പോറ്റി. പിന്നെ കൊട്ടാരക്കരയിലെ സ്ത്രീ ജനങ്ങളും ഐഷ പോറ്റിയെ പിന്താങ്ങി നിൽക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയകളും ചാനലുകളും ഓൺലൈൻ ചാനലുകളെയൊക്കെ ദത്തെടുത്തുകൊണ്ടുള്ള പണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം കൊട്ടാരക്കര എന്ന് പറയുന്ന പ്രദേശത്ത് നടക്കുകയാണ്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ സാധ്യതകൾ, വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുവാനും മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ തിരിച്ചറിയാനും വർഗീയ രാഷ്ട്രീയത്തെ തിരിച്ചറിയാനും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുവാനുള്ളത്, കേരളത്തിൽ CPM യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ മലയാള ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ നമ്മളൊരു ആലങ്കാരികമായി പറയുമ്പം പൊളിഞ്ഞ് പണ്ടാരമടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.